ഒറ്റ വേറെ രക്ഷയില്ല. ആ ചേച്ചി മറുപടി കൊടുത്തു അല്ലേ? അബോർഷൻ എന്തോ പറഞ്ഞത്? അബോർഷൻ കേസ് പെണ്ണാണെങ്കിലേ അങ്ങനെയൊക്കെ ആവുമെന്ന്. അയ്യോ എടാ, ഇത് മറ്റേ മോഹൻലാലിന് കിട്ടിയ ദാദാ സാഹിബ് ഫാൽക്കെ. അടിപൊളി. ഞാൻ പറഞ്ഞില്ല, അവൻ നല്ല വണ്ടി സേഫ് ആണ്. കല്യാണത്തിന് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കല്യാണത്തിന് ഇവിടെ നിന്നായിരിക്കും ആഭരണങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഒറ്റ വേറെ രക്ഷയില്ല. ആ ചേച്ചി മറുപടി കൊടുത്തു അല്ലേ? അബോർഷൻ പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും. എന്തെങ്കിലും ഇവർക്കൊക്കെ എന്താ നീ പറയുന്ന ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നം? പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഇവര് സത്യം പറഞ്ഞ ഇവരുടെ നിലവാരം എന്തോന്ന് ഇവര് തന്നെ കാണിച്ചു തരുക. ഇവര് തന്നെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഇവരെ എങ്ങനെയാണ് ജനങ്ങൾ അറിയേണ്ടതെന്നും ഇവരെ ഏത് രീതിയിലാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു കാര്യം. ഈ പറയുന്നതും കാണിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിയുമ്പോഴത്തേന് വ്യക്തമായ തെളിവുകൾ ഇതെടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ പറയും രേണുവിനെ ഇനി തുടരുത്, എടുക്കരുത്, ചെയ്യരുത് എന്നുള്ള കാര്യം. എന്റെ ഒരു വീഡിയോ കണ്ടിന്യൂസ് കണ്ടവർക്ക് അറിയാം, ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് വരെ രേണുസുതി എന്ന് പറഞ്ഞ സാധനം ഒരു കംപ്ലീറ്റ്ലി ഫേക്ക് ലേഡി ആണെന്നും അവരുടെ പല ഇന്റർവ്യൂസിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്തു വെച്ചുകൊണ്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള പല പരിപാടികളാണെന്നും വ്യക്തമായ പ്രൂഫ് സഹിതം, തെളിവ് സഹിതം, അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂസിലുള്ള ഓരോ ക്ലിപ്പുകൾ സഹിതം നമ്മൾ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞൊരു എനിക്ക് ഇവരുടെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവസാന ദിവസം പള്ളിയിൽ വെച്ച് ആ അബോർഷൻ ചെയ്തിട്ടുള്ള കാര്യത്തിന് ഒരു വ്യക്തമായ ഒരു ധാരണ കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ സ്ത്രീയുടെ നിലവാരം എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവും. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് ഇത്രയധികം അതല്ല കളികൾ കാണിച്ചു കൂട്ടിയിട്ടുവേ ഇപ്പോഴും നിലനിൽക്കുന്നല്ലോ. ഈ നിലനിൽക്കുമ്പോഴത്തേന് അതിന്റെ കൂടെ നിങ്ങളുടെ പേരിന്റെ ഭാഗമായിട്ട് കൊല്ലം സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ എവിടെയും തൊടാതെ അതങ്ങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് വിട്ടൊരു ടോപ്പിക്കാണ്. ഞാനെന്നല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ആ ഒരു കാര്യത്തെ തുടർന്ന് വീണ്ടും ടോപ്പിക്കായിട്ട് എടുത്തു വെച്ച് സംസാരിക്കാനോ എടുക്കാനോ വന്നിട്ടില്ല, നിന്നിട്ടില്ല. ഇവരുടെ വീടിന്റെ കാര്യം ഉൾപ്പെടെ നമ്മൾ ആ സംസാരിച്ച ആ ടോപ്പിക് അവിടെ അവസാനിപ്പിച്ച് കളഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷം രേണു സുധിക്ക് ബിഗ് ബോസിൽ കണ്ടതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കോണ്ടന്റുകൾ ഇല്ല. കോണ്ടന്റ് വേണമെങ്കിൽ എന്ത് വേണം? ഇവരുടെ ജീവിതം തന്നെ ഇവർ കോണ്ടന്റ് ആയിട്ട് ജനങ്ങൾക്ക് ഇട്ടാൽ മാത്രമേ ഇവർക്ക് ഇനി മുന്നോട്ട് പല കാര്യങ്ങൾക്കും പോകാനായിട്ട് കഴിയൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഈ പറയുന്ന ഈ ആൽബത്തിലോ അല്ലെങ്കിൽ ഓരോ ഷോർട്ട് ഫിലിമോ അങ്ങനെ ഒന്നും അഭിനയിച്ചിട്ടല്ല നിങ്ങൾ ബിഗ് ബോസിലേക്ക് എത്തിയത്. നിങ്ങൾ ബിഗ് ബോസിലേക്ക് എത്താനുള്ള കാരണം കുറച്ചധികം റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ പ്രതികരണം നടത്തുന്ന കുറച്ചധികം ആൾക്കാരുടെ കമന്റ് കൊണ്ടാ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള വീഡിയോയുടെ റീച്ച് വെച്ചിട്ടാ. പല വ്യക്തികൾക്കും മില്യൺസ് ആയിരുന്നു ഇവരുടെ വീഡിയോ വെച്ച് ചെയ്തപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരുന്നത്. അതൊരിക്കലും രേണുവിനെ കണ്ടിട്ടല്ല. കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു പേര്, ആ ഒരു ടാഗ് ലൈൻ നിങ്ങളുടെ പേരിന്റെ ബാക്കിൽ കിടക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു വിഡോയാണ്. പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കേരള ജനതയിൽ കുറച്ചധികം വ്യക്തികൾക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ താല്പര്യമില്ല കാണാനും കേൾക്കാനും എന്ത് തുടങ്ങിയ കാര്യങ്ങൾ, അതായത് നെഗറ്റീവിൽ നിന്ന് നിങ്ങൾ കയറി വന്നു. കാരണം കൊല്ലം സുധിയുടെ വിഡോ ആയതുകൊണ്ട് അല്ലേ? അങ്ങനെ കയറി വന്ന് നിങ്ങൾ ബിഗ് ബോസിൽ എത്തി. അവിടെ നിങ്ങൾക്ക് നിക്കക്കള്ളി ഇല്ലാന്ന് നോക്കി അവിടെ നിന്ന് എടുത്ത് പൊത്തിയാടി വെളിയിലോട്ട് വന്നിട്ട് കുറച്ചധികം ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ട ജനങ്ങളാണ് ഈ വീഡിയോ മൊത്തം കാണുന്നത്. ഈ കാണിക്കുന്ന ക്ലിപ്പ് സഹിതം നീയൊക്കെ കണ്ടിട്ട് വേണം നിന്റെയൊക്കെ ഇഷ്ടം ഏത് രീതിയിലാണെന്നുള്ളത്. വൺ ഓഫ് ദ ഫേക്ക് ലേഡി, മാനിപ്പുലേഷന്റെ അങ്ങേയറ്റം, അയ്യര് കളി. ഇവർക്ക് ഒരിക്കലും ആ വീട്ടിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ആ വീട് പൊളിയണം. ആ വീട് അല്ലെങ്കിൽ ഇവർ പൊളിക്കും. അതാണ് ഇവരുടെ കോണ്ടന്റ്. ആ വീടിന്റെ അവസാനം കാണണം, അതാണ് ഇവരുടെ കോണ്ടന്റ്. കൊല്ലം സുധിയാണ് ഇവരുടെ കോണ്ടന്റ്. ആ കോണ്ടന്റ് കൈ വെച്ചോണ്ട് ഇങ്ങനെ ഒരു ടാറ്റു അടിച്ചു വെച്ചോണ്ട് ഇവർക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഇവരിപ്പോ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളുടെ ഭർത്താവിനെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണണം. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കി കാണിച്ചു തരണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. ആ മാനിപ്പുലേഷൻ ഞാൻ ആദ്യം കാണിക്കാം, അതിനുശേഷം ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് എത്താം. ഓക്കെ, ആദ്യം ഇവർ ഇന്നൊരു കാർ മേടിച്ചായിരുന്നല്ലോ. ഈ കാർ മേടിച്ചതിന് ശേഷം ഈ വീട്ടിലോട്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരാനായിട്ടുള്ള കാർ, അതായത് വീട്ടിലേക്ക് ഓടിയാണ് വരുന്നത്. അതിന് മുമ്പായിട്ട് ഇവർ തന്നെ എനിക്കെതിരെ, അതായത് ഈ ബിഗ് ബോസിലെ തന്നെ മറ്റേ ആർക്കും വേണ്ടാത്തൊരു ഫെയിം ആയിട്ടുള്ള ശാരിക എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോ ഇവർ തന്നെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊളാബ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് ആ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ ഇവരായിട്ട് തന്നെ എടുത്ത് എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എടുത്ത് കൊളാബ് ചെയ്തത്. ആ കൊളാബ് ചെയ്തതിനകത്ത് ശാരിക പറയുന്ന ഒരു ചെറിയ കാര്യമുണ്ട്, അത് ഞാനത് കാണിച്ചു തരാം, എന്നാലേ ബാക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കേരളത്തിൽ എമ്പാടും മഴയാണ്. രേണുസുതി ഒരു റബ്ബർ തോട്ടത്തിനടക്കം ഒറ്റപ്പെട്ട ഒരു ഹൗസിലാണ് അവരവിടെ താമസിക്കുന്നത്. ഓപ്പോസിറ്റ് താമസിക്കുന്ന ആളുടെ പേര് എല്ലാവർക്കും അറിയാലോ, ബിഷപ്പ്. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതൊക്കെ രേണുസുതി പറയേണ്ട കാര്യങ്ങൾ. ഞാൻ അവിടെ പോയി നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്.
മനസ്സിലായോ? എന്നിട്ടും കാറ് പോലും വണ്ടി, അതായത് പ്രൈവറ്റ് ബസ്സോ ട്രാൻസ്പോർട്ട് ബസ്സോ സ്റ്റോപ്പുള്ള സ്ഥലമല്ല ഒന്നും, എന്നിട്ടും അവർ അവിടെ കഷ്ടപ്പെട്ട് കിട്ടിയത് കൊണ്ട് അവർ ജീവിക്കുന്നു. എന്നിട്ട് ഒരു പണിയെടുക്കാൻ ഇറങ്ങി. അതായത് കാറും വണ്ടിയൊന്നും വരാത്തൊരു വഴി, പ്രൈവറ്റ് ബസ്സോ ബസ്സുകളോ ഒന്നും സ്റ്റോപ്പ് ഇല്ലാത്തൊരു വഴി. കണ്ട, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഇത് പറഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഉള്ള വ്യക്തികൾ എന്നെ കോൺടാക്ട് ചെയ്ത്, എന്നിട്ട് അതിലേക്കൂടെ ഓടുന്ന വണ്ടി, ഇവരുടെ വീട്ടിനടുത്തൂടെ പോകുന്ന വണ്ടികളുടെ ലിസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കേ. ചങ്ങനാശ്ശേരിയിലോട്ട് ഏതാ 10-21 ബസ് കിടക്കുന്നു. പിന്നെ അതിന്റെ താഴെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന 3-4 ബസ്, അതിന്റെ താഴെ വീണ്ടും കിടക്കുന്ന 3 ബസ്, എല്ലാം കൂടെ 24 എത്ര 10, 26, 27 വണ്ടികൾ ഒരു ദിവസം പോകുന്നുണ്ട്, ബസ്സുകൾ. ഇതാ ബസ് പോവാത്ത, ഇനി അടുത്ത കാറ് പോവാത്ത വഴി. ഇനി എവിടെ എന്താ കാറ് പോവാത്ത വഴി. കാറ് പോവാത്ത വഴി കൂടാണ് പുതിയ കാറ് മേടിച്ചോണ്ട് വന്നോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. കണ്ടേ, ഇത് കാണിക്കാൻ ഇടപെട്ട കാര്യം എന്താണെന്നറിയോ? ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കാണണം. ആ കണ്ടു കഴിയുമ്പോഴേ അതിന്റെ ഒരു വ്യക്തമായി ഇവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കാറ് വരുന്നു, പോകുന്നു, ഒന്ന് അടിച്ചു വിട്ട് കടാ, പോട്ടെ, ഇവരങ്ങോട്ട് പോകുക, വീട്ടിലോട്ട് ഇറങ്ങാൻ പോവുക. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇവരുടെ കോണ്ടന്റ് എന്താണെന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കി കാണിച്ചു തരാം. വൺ ഓഫ് ദ ഫേക്കസ്റ്റ് വൺ. ഇവരെ ജീവിച്ചു പോട്ടെ, ഇവരെ തിരിഞ്ഞു നോക്കണ്ട, ഇവരൊരു വിഡോയാണ്, ഇവരിപ്പോ നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ പറയുന്ന ജനങ്ങൾ ഇത് കാണണം. ഇവരുടെ ഇമാതിരി ഉടായ്പ പരിപാടി നിങ്ങൾ കാണണം, ഇവരുടെ സംസാരം നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് തന്നെ ഇത് കാണിച്ചു തരുന്നത്. ഇവര് വന്ന് നിന്ന് സംസാരിക്കുന്ന, കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്ന അവരുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടോ? ഞാൻ തങ്കച്ചൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ആ കീഴിലാണ് വന്ന് നിൽക്കുന്നത്. അത് കാണണം, ക്യാമറയിൽ കൂടെ കാണണം. അതിനുശേഷം നിങ്ങൾ നോക്കി ഇവർ പറഞ്ഞ ഡയലോഗ്. ഇനി ഞാനിവിടെ വന്ന് ഇത് പൊളിഞ്ഞു കാണിക്കാനെന്ന് പറയാം, മാറി നിൽക്കട്ടെ. അയ്യോ, ഈ വീഡിയോ കണ്ടപ്പോഴത്തെ എല്ലാവർക്കും ഭയങ്കര നന്മയോടുകൂടി എല്ലാവരും പറഞ്ഞു കാണുമായിരിക്കും, കണ്ടോ രേണു സുധിക്ക് അത് കാണിക്കാൻ ആഗ്രഹമില്ല, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കാണിക്കാൻ ആഗ്രഹമില്ല, രേണു സുധി പറഞ്ഞത് കണ്ടോ, നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായല്ലോ. ഞാനും ഇവരങ്ങനത്തെ ഒരു വീഡിയോ, അതായത് ഞാൻ ഇനിയും കാണിക്കാൻ പോകുന്ന വീഡിയോ ഇവർ കൊളാബ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് ഇവർ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യമാണെന്ന് മനസ്സിലായാണ്. അതിനുശേഷം രേണു സുധിയുടെ പ്രൊഫൈലിലോട്ട് നിങ്ങളൊന്ന് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എങ്ങനെയായിരിക്കും കൊളാബ് ചെയ്യുന്നത്? നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഉപകാരമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ വീഡിയോ എടുത്ത് കൊളാബ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോക്കകത്തുള്ള കോണ്ടന്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് മനസ്സിലാവും. അവരുടെ പ്രൊഫൈലാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഞാൻ കണ്ട്, ഞങ്ങൾ പിന്നാലെ പിടിച്ച് കിട്ടിയില്ല. ഇതില്ലല്ലേ, കീ ഇല്ലല്ലേ. മറുപടി കൂടെ ഒന്ന് കാണിച്ചു തരണേ. അപ്പൊ ഇവര് വ്യക്തമായി എന്തോ കൊളാബ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതും എന്താണ് ജനങ്ങൾക്കിടയിലേക്ക് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചതും നമുക്ക് മനസ്സിലായല്ലോ. അത്രേ ഉള്ളൂ. ഇവര് വീണ്ടും ലൈവിലേക്ക് വരാനായിട്ട് ഇവരുടെ ഇല്ലായ്മ, ഇത്ര അന്തസ്സുള്ളവരാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വലിയ ഡിമാൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വീടങ്ങ് മാറണം. അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ വീടല്ലേ, നിങ്ങൾ അവിടെ താമസിക്കണ്ട, പൂട്ടിയിട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് പൈസയായി, നിങ്ങൾക്ക് പുതിയ വീട്ടിലോട്ട് മാറി, ആരെങ്കിലും കുറ്റം പറയുമോ? ഈ കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ ആണ് നിങ്ങൾ കുറ്റം പറയുമോ? നിങ്ങൾക്ക് പൈസ ആയി കഴിഞ്ഞാൽ വീട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറത്തില്ലേ? നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിനകത്ത് ആ വീട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക, അവിടെ വെള്ളം കയറുക, അവിടെ കക്കൂസ് നിറയുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ അടുത്ത വീട് മാറും അല്ലേ? പൈസ ഇല്ലാത്തവനാണെങ്കിൽ പൈസ ഒപ്പിച്ച് മാറത്തില്ലേ? അങ്ങനല്ലേ മര്യാദയുള്ളവർ, അല്ലെങ്കിൽ അങ്ങനല്ല ആവശ്യമുള്ളവർ. ആ വീടെന്ന് പറഞ്ഞൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇവർ ഇപ്പോഴും അവിടെ കിടന്നുകൊണ്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ സാധനം തങ്കച്ചൻ സൈഡിൽ പോയി ചുരണ്ടി കൂട്ടി ഇത്രയും വലുതാക്കി വീണ്ടും പരിപാടികൾ അവതരിപ്പിക്കണം. എന്തോ ഇവർ ചെയ്യുന്നത്? ഇവർക്ക് ലൈവിൽ നിൽക്കാനും പരിപാടികൾ കാണിക്കാനും ഇതേ ടെക്നിക്ക് തന്നെ വേണം. ആ ടെക്നിക്കാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ അടുത്തൊരു ക്ലിപ്പ്, ഈ ഒരു ക്ലിപ്പിലോട് കൂടി രേണു സുധി എന്ന് പറഞ്ഞ കഥം സാധനം, വെറും കഥം സാധനം. സോറി, ഈ ഒരു ക്ലിപ്പല്ല, എല്ലാം കണ്ടുകൊണ്ട് ഞാൻ തന്നെ വിട്ടുപോയി. മറ്റേ വേറെ രക്ഷയില്ല. ആ ചേച്ചി മറുപടി കൊടുത്തു. എന്തോ പറഞ്ഞത്? അബോർഷൻ കേസ് പെണ്ണാണെങ്കിലേ അങ്ങനെയൊക്കെ ആവുമെന്ന്. അയ്യോ എടാ, ഇത് മറ്റേ മോഹൻലാലിന് കിട്ടിയ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊന്നും അല്ല. പറയുന്നത് പെണ്ണുങ്ങളാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും, പെണ്ണുങ്ങളാകുമ്പോ അങ്ങനെ സംഭവിക്കും. അതിനിപ്പോ എന്തുവാ? അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് ഇവർ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇവര് വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ, ജനങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസ് നടത്തുന്ന ഒരു വ്യക്തികളാണല്ലോ. ഇവരെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. ഈ കുറെ മഹിളകൾ കൊണ്ടുപോയിട്ട് ഇനാഗ്രേഷന് മറ്റേത് കുറച്ചക്രം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ലഡു തീറ്റിക്കാനും ചായ കയറ്റാനും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ഇപ്പം ഈ ഡയലോഗ് കേട്ടിട്ട്? ഇത് അത്ര വലിയ ബിൽഡപ്പോട് കൂടി ജനങ്ങൾക്ക് മുന്നിലെടുത്ത് വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തോ കിട്ടാത്ത എന്തെങ്കിലും വല്ല മുന്തിരിക്കൊലയായിട്ട് വേറെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണോ?
കണ്ടിട്ട് നിങ്ങളെ ഇതിനൊരു മറുപടി പറയണം, ബാക്കി കൂടെ കണ്ടു നോക്കും. പറയുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ പ്രശ്നം? ഈ പറയുന്നവരൊക്കെയാണ് ഉത്തരവാദികൾ. അല്ലല്ലോ, ഒന്ന് പോകാൻ പറ. അത്രേ ഉള്ളൊരു വിളിച്ചിട്ട് മനസ്സിലായോ? പോകാൻ പറ. ഇങ്ങനെയാണേലും അല്ലെങ്കിൽ നിനക്ക് ഇത് പള്ളിയാന്ന് ഞാൻ. രേണുവിന്റെ പതനത്തിന്റെ സാധനമാണ് ഇത്. നമ്മൾ പ്രാവ് കൊടുക്കൊന്നുമല്ല. ഈ കണ്ട് ഈ കണ്ണിന് ഭ്രമം വരുന്നു എന്ന് പറയത്തില്ലേ, അതുപോലൊരു സാധനത്തിൽ കയറി പിടിച്ചിരിക്കുക. അതായത് ഞാനിനി എന്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ്. ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, എനിക്ക് പാടാൻ പറ്റും. ഞാനിപ്പോ ദുബായിൽ പോയിട്ടുണ്ട്. ഞാൻ ഐ എം വെരി വെരി വെൽ കോൺഫിഡന്റ് അബൌട്ട് പോകുന്നുള്ളത്. ഇതാണ് സാധനം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി ഇവര് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഡയലോഗ്, അയ്യോ ഇതങ്ങ് മനസ്സിന്റെ കുളിര് കോരുവാടാ. എടാ മധുര 17 നിൽക്കുന്ന പെൺകുട്ടിയെ 18ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിടാൻ പോകുന്നു. അതായിരിക്കും നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. സത്യമായിട്ടും രേണു കല്യാണത്തിന് ഇവിടെ നിന്നായിരിക്കും ആഭരണങ്ങൾ വാങ്ങാം. തുടങ്ങി ചെമ്മണ്ണൂർ ജ്വല്ലറി തന്നെ ആയിരിക്കോ? നോക്കട്ടെ. വ്യക്തമായ എന്റെ കണക്ക് പ്രകാരം രേണുവിന്റെ 3ാമത്തെ കല്യാണമായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അതെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ വീണ്ടും ഇതുപോലൊരു ചോദ്യം വരുമ്പോഴത്തേക്കിന് അതിനെ അവരെങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? നോക്കട്ടെ, എന്നാ ഇവിടെ നിന്ന് എടുത്തേക്കാം. റെഡി ഫോർ നെക്സ്റ്റ് മാരേജ്. നല്ലതല്ല എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് കൂടെ ഒരു പുരുഷനും കൂടെ ഉള്ള നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഗാർബേജ് ഉണ്ടല്ലോ, ആ സാധനം ഇങ്ങനെ ഇരിക്കുമ്പോഴും അതിന്റെ ആഡംബരത്തിൽ നടക്കുമ്പോഴും അതിന്റെ ആഡംബരം നിങ്ങളുടെ പേരിന്റെ കൂടെ ഉള്ളപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളപ്പോഴും നിങ്ങൾ ഇതുപോലുള്ള പരിപാടികൾ വീണ്ടും എടുത്ത് പബ്ലിക്കിനിടയിലേക്ക് ഇടുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്ത് വിലയാണ് സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത്? ആ മരിച്ചുപോയ ആത്മാവിന് നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? ഇത് ഞാൻ ചോദിക്കും. ഇത് ചോദിക്കേണ്ട ചോദ്യം. ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ പറയുന്ന സ്തുതി, അതായത് നിങ്ങളിങ്ങനെ മേളിലേക്ക് നോക്കി ഉമ്മ ചെയ്ത ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ മേളിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ബിഗ് ബോസിനുള്ളിൽ നിങ്ങൾ ഓരോ നിമിഷം നിന്നപ്പോൾ സുധിച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയല്ലോ, അതേ ഫീലോടുകൂടി നിൽക്കുന്ന ആ മരിച്ചുപോയ വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് ഫീലായിരിക്കും ക്രിയേറ്റ് ആകുന്നത്? ആ വ്യക്തിക്ക് എന്ത് സമാധാനമാണ് നിങ്ങൾ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ ഇത് കാണുന്ന ആ വ്യക്തിയെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും നിങ്ങളോട് തോന്നാനായിട്ട് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊന്ന് കൺവിൻസ് ചെയ്ത് തരണം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. ഈവൻ ഈ 2 വാക്കും കൂടെ, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണം ആണെങ്കിൽ, സപ്പോസ് എന്റെ കല്യാണം ആണെങ്കിൽ എന്റെ ഭർത്താവായിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറങ്ങിക്കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവളമാരാരാ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ? പിന്നെ അതുപോലെ ഇന്നലെ വേറൊരു വ്ളോഗ്, താത്തയോട് കളിച്ചാലേ രേണുസുതി ഉദ്ദേശിക്കണമല്ല, അങ്ങനെ എങ്ങനെയാ അവരെന്നാ ചെയ്യുമെന്നാ? അവരെനിക്കിട്ട് ഒന്നും ചെയ്യത്തില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ, രേണുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതെടുത്ത് കാണിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്തിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തതിനെ കുറിച്ചുള്ള ഇവർ പറയുന്ന റീസൺ കണ്ടില്ലേ? ഇറങ്ങണം. ഇമാതിരി പരിപാടികൾ കാണിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒരു അർഹതയില്ല വീട്ടിൽ നിൽക്കാനായിട്ട്. നാണോ മാനോ അഭിമാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോണം. ഉള്ള കാര്യമാണല്ലോ. ഈ ഡയലോഗ് കല്യാണത്തിനെ കുറിച്ച് വീണ്ടും ഒരടുത്ത ചിന്തയ്ക്കകത്ത് ഓടി നടക്കുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ചെറു പുഞ്ചിരികൾ വരുന്നു. ഞാൻ നോക്കട്ടെ, സ്വർണ്ണം ഞാൻ അവിടെ, അതായത് സ്വർണം വരെ എടുക്കാൻ തീരുമാനിച്ച രീതിയിലുള്ള പരിപാടികൾ. ഉടനെ പുതിയ കല്യാണമല്ലേ തുറക്കാൻ പോകുന്നത്? എത്ര പാപം വെച്ചിട്ടായിരിക്കും ഇനി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കൂടെ ഈ അബോർഷന്റെ കാര്യം അത് കാഷ്വൽ ആയിട്ട് നോർമലൈസ് ചെയ്ത് നമുക്കതൊക്കെ ആവാം. അത് പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നുമല്ല. ഒരു കുടുംബമായിട്ട് കുറെ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങളും ഒരു അമ്മയായിരിക്കുമല്ലോ, നിങ്ങളുടെ മോൾ ഇങ്ങനെ വന്ന് നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഇപ്പൊ ഇമാതിരി പരിപാടികളെ കാണിക്കുമ്പോഴത്തേനെ ഈ വീട്ടിൽ നിൽക്കുന്നതിനോട് എനിക്കിപ്പോ വലിയ യോജിപ്പൊന്നും ഇല്ല. ഞാൻ നമ്മുടെ ഇതിനെപ്പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. വീട്ടിൽ നിൽക്കണം വേണ്ട ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ കൈയിരിപ്പ് 4 പേരുടെ മുന്നിലേക്ക് എടുത്ത് കാണിച്ചിട്ട് ഇത് നല്ലൊരു എന്റെ വായിൽ വേറെ എന്തൊക്കെ വരുന്നു, അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റിയൊരു ആളൊന്നും അല്ല ഇപ്പം നിലവിൽ. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്ന. അല്പം ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ഇവരുടെ ഭാഗത്ത് ചില കാര്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്ന് അവരവരുടേതായ രീതിയിൽ പോട്ടെ, നമ്മൾ തൊടുന്നില്ല, അവർ ഒരു കാര്യം പോലും തൊടുന്നില്ല. ഇടയ്ക്ക് മറ്റൊരു വീഡിയോ പൊങ്ങി വന്നപ്പോൾ മാത്രം നമ്മൾ സംസാരിച്ച, പിന്നെ ഇടയ്ക്കൂടെ മറ്റേ ബിഗ് ബോസിൽ ഔട്ടായി പോയ സാധനം വന്ന് ഇടയ്ക്ക് സംസാരിച്ചപ്പോഴാണ് നമ്മൾ വീണ്ടും അതിനെതിരെ സംസാരിച്ചപ്പോൾ പോലും രേണു എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഞാൻ ഇടയ്ക്ക് മാത്രമേ വലിച്ചു കയറ്റിയിട്ട് രേണു നിന്റെ പതനത്തിന് ഇവരായിരിക്കും കാരണം എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ലൈവ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ വീണ്ടും കൊണ്ടുവന്ന് ഈ ഹാഷ്ടാഗ് കൂട്ടണം, പഴയതുപോലെ വ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. അത് തന്നെ
അതേ പരിപാടി തന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾക്കായിട്ട് ബിഗ് ബോസിൽ നിന്ന് പോയപ്പോഴോ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം മാറ്റമൊന്നുമില്ല. എന്താണ് നടന്നത് അത് തന്നെ. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പൊ ശരി.